ഇവിടെ ആർക്കെങ്കിലും ഡിപ്പോസിറ്റ് കിട്ടിയില്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പോണ ആളാണ് ഞാൻ. എൻ്റെ ഡിപ്പോസിറ്റ് പോലും പറഞ്ഞാൽ എൻ്റെ ഹൗസ് ഓണറിനെ നേരിട്ട് അറിയാമെന്ന് പറഞ്ഞൊരു വീട് എടുത്തു. ആ വീടിൻ്റെ പണി ഇപ്പോഴേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അബീസയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ധൃതിയിട്ട് പോണത് വേറെ എങ്ങോട്ടും അല്ല. ഇന്ന് നമുക്കൊരു റൂം വ്യൂയിങ് ഉണ്ട്. അപ്പം നിങ്ങളോട് ഉറപ്പ് പറയണില്ല, നമ്മൾ വ്യൂയിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാൻ പറ്റുവാണെങ്കിൽ, അവർ സമ്മതിക്കുവാണെങ്കിൽ ഒരു 1 BHK റൂമിൻ്റെ വ്യൂയിങ്ങും ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റിൻ്റെ റൂം വ്യൂയിങ്ങും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കാര്യം ഞാനിപ്പോൾ വാറിങ്ടണിലോട്ട് ഷിഫ്റ്റായി. എൻ്റെ കഴിഞ്ഞ വീഡിയോ നോക്കി അറിയാം, ഞാൻ NHSന്ന് റിസൈൻ ചെയ്ത് വാറിങ്ടണിലോട്ട് വന്നു. ഇപ്പോൾ വൈഫിൻ്റെ ഒപ്പമാണ്. അപ്പോൾ വൈഫ് നിന്നുകൊണ്ടിരുന്നത് സ്റ്റുഡൻസ് അക്കോമഡേഷനിലാണ്. അപ്പോൾ രണ്ടുപേരാകുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു റൂം നോക്കുവാണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എങ്ങനെ ലെറ്റിംഗ് ഏജൻസിയിൽ നിന്ന് എടുത്തു അത്. കാര്യം നമ്മൾ UK 3 വർഷമായിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് നമ്മളെടുത്ത സൈറ്റും കാര്യങ്ങളും ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് ലൈവായിട്ട് ഇങ്ങനെ പോയപ്പം എന്ത് കണ്ടൻറ്റ് ചെയ്യുമെന്ന് ഓർത്തപ്പം എനിക്ക് അറിയാം അക്കോമഡേഷൻ റിലേറ്റഡ് ആയിട്ട് ഒത്തിരി സ്കാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെ നിന്നാണ് എടുത്തത്, ഇതിപ്പോൾ വാറിങ്ടണിലാണെന്നോർത്ത് വേറെ എവിടെയെങ്കിലും ഉള്ളവർ ഇത് കാണാതിരിക്കേണ്ട. അതായത് UK ഏത് കോണിൽ ചെന്നാലും റൂം എടുക്കുന്നത് ഈ സെയിം മെത്തേഡിൽ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഏതെങ്കിലും ലെറ്റിംഗ് ഏജൻസിനെ നോക്കും, അവർക്ക് മെയിൽ അയക്കും, വ്യൂയിങ് എടുക്കും. ഇതേ ഭീമ നമ്മുടെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ലിങ്കും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നോക്കിക്കോ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. റെൻറ്റ് കൂടുതലായിരിക്കും, ജെന്യൂൻ ആയിരിക്കും. സിറ്റി സെന്ററിന്റെ അകത്ത് 750 എക്സ്ക്ലൂഡിംഗ് ആണ്. കാശ് ഇപ്പോൾ പറയണ്ട, ആദ്യം റൂം കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് കാശ് പറയാം. ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മൾ അറിയാവുന്ന ആളുകൾക്കിടെ നിന്ന് എടുക്കുമ്പോൾ പിന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡിപ്പോസിറ്റ് കിട്ടാൻ പാടാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും പല ആളുകളും ഫേസ് ചെയ്യുന്നുണ്ട്. കാര്യം UK വന്നിട്ട് നമ്മളിപ്പോൾ എടുക്കാൻ പോണേക്കടേയും കൂട്ടി 5ാമത്തെ റൂം, അതായത് ഷെഫീൽഡിൽ തന്നെ നമ്മൾ ആദ്യം 2 സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ കിട്ടി, അതിൻ്റെ ഡിപ്പോസിറ്റും കാര്യങ്ങളും നമുക്ക് പക്കയായിട്ട് കിട്ടി. 3ാമത് നമ്മൾ ഒരു വീടെടുത്തു. അതായത് നമ്മുടെ ഫ്രണ്ട്സ് അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൗസ് ഓണറിനെ നേരിട്ട് അറിയാമെന്ന് പറഞ്ഞൊരു വീടെടുത്തു. ആ വീടിൻ്റെ പണി ഇപ്പോഴേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇവിടെ ആർക്കെങ്കിലും ഡിപ്പോസിറ്റ് കിട്ടിയില്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പോണ ആളാണ് ഞാൻ. എൻ്റെ ഡിപ്പോസിറ്റ് പോലും ഇതുവരെയായിട്ടും കിട്ടിയില്ല. ഭീമ, നീ അവർക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? എന്താണെങ്കിലും ഒരു വീഡിയോ എൻ്റെ 1 മാസത്തിനുള്ളിൽ വരും. പറയുമ്പോൾ നമ്മുടെ ഒരു വീടല്ല, നമ്മുടെ ഏരിയയിൽ തന്നെ ഒരു 4-5 വീടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഒന്നും അവർ കാര്യമായിട്ട് നോക്കത്തില്ല. നമ്മൾ വിളിച്ച് കുറേ കംപ്ലയിൻറ്റ് ചെയ്താലും പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീണു എന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് അവർ ആ കിച്ചൻ്റെ മുകളിലത്തെ ശരിയാക്കാൻ വന്നത്. അപ്പം ഞാൻ 1 മാസക്കടെ അവർക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ കൗൺസിലിൽ പോകും, റിപ്പോർട്ട് ചെയ്യുമെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം നമ്മൾ റൂം അത്ര നമ്മളെ കൊണ്ട് ആക്കാവുന്ന അത്ര നമ്മൾ വൃത്തിയാക്കി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അവരോട് പറഞ്ഞു, ഇത്രയും കാശുണ്ടല്ലോ, ഡിപ്പോസിറ്റ് 600 ഉണ്ട്, അതിൽ നിങ്ങൾ എന്താണോ പ്രശ്നം പറയണത് ആ കാശ് കുറച്ചിട്ട് ബാക്കി തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ക്രിസ്മസും ന്യൂ ഇയറും കഴിയട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭീമ നിൽക്കണത് അതും നമ്മൾ ഏജൻസി വഴിയാണ്. അതെല്ലാം പക്ക ഡീലിങ്സാണ്. അപ്പോൾ ഇതെൻ്റെ 5ാമത്തെ റൂമാണ്. ഇപ്പം 4 എടുത്തല്ലേ എനിക്ക് ആ 1 മാത്രമാണ് പണി കിട്ടിയുള്ളൂ, ബാക്കി 3 സേഫായിരുന്നു. ഇതിപ്പോൾ 5ാമത്തെ എടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ എത്താൻ പോവാണ്, അവിടെ എത്തിയിട്ട് ഇനി റൂം കാണാം. ഓക്കെ ഗായ്സ്, നമ്മൾ പറഞ്ഞ റൂമിൻ്റെ ലൊക്കേഷനിലോട്ട് നമ്മൾ എത്തി. കാര്യം സിറ്റി സെൻറ്ററിൻ്റെ ഒത്ത നടുക്കാട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് മാഞ്ചസ്റ്ററിലോട്ട് പോകാൻ അരമണിക്കൂർ, ലിവർപൂളാണെങ്കിലും ഓൾമോസ്റ്റ് 25 to അരമണിക്കൂർ. ട്രെയിനിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, സ്റ്റുഡൻസ് ആണെങ്കിൽ 2 പൗണ്ട് 3.5 പൗണ്ട്. ഇപ്പം ലിവർപൂളാണെങ്കിലും ആ ഒരു റേറ്റാണ് വരുള്ളൂ. ഓക്കെ, ഇതെല്ലാം ലെറ്റിംഗ് ഏജൻസിയുടെ ബോർഡുകളാണ്. ഗായ്സ്, UK വീടുകൾക്കുടെ വില കാണണമെങ്കിൽ കണ്ടോ, 3,60,00,000, 2,60,00,000, 2,50,00,000, 3,25,00,000. മൊത്തം ബിൽഡിംഗ് ആണ്, പണി നടക്കണേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം. അപ്പോൾ നമ്മളിത് കയറും, ബ്രാൻഡ് ന്യൂ, അതായത് ഒരു പണി കഴിച്ചിട്ടുള്ളൂ. ഇതാണ് ബാത്റൂം, ഒരു വലിയ ബാത്റൂം. UK നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതൊരു ബെഡ്റൂം, ഇതും അത്യാവശ്യം വലിയ ബെഡ്റൂം. ഓക്കെ, ഡ്രോയറും കാര്യങ്ങളും എല്ലാം അവർ ഫിറ്റ് ചെയ്യുന്നുള്ളൂ. സ്ക്രൂവും കാര്യങ്ങളും, ഡോറ്, പിന്നെ കബോർഡ്. ഓക്കെ, എല്ലാം കട്ടിലും എല്ലാം പുതിയത്. പിന്നെ സെൻട്രൽ ഹീറ്ററാണ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ വീട് കൊണ്ട് കാണിച്ചത്. പിന്നെ ഇതാണെങ്കിൽ ഫ്രിഡ്ജെല്ലാം പുതിയത്. നമ്മളാണ് ഇവിടുത്തെ ഫസ്റ്റ് താമസക്കാർ. പിന്നെ
ഇത് പിന്നെ ഇൻഡക്ഷൻ, പിന്നെ വാഷിംഗ് മെഷീൻ ഇത് ഓക്കെ. പിന്നെ എല്ലാം പുത്തൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഇടാം, അതായത് ഇവർക്കുടെ ഏജൻസി ഇടാം. ഇതിപ്പോൾ നമുക്ക് പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ 750, പിന്നെ കൗൺസിൽ ടാക്സ്. അപ്പോൾ എല്ലാ കടയും കൂട്ടി ഏകദേശം 1000 പൗണ്ട് 1100 കൊണ്ട് വരും.